എടുക്കുക കേട്ടോ. അത് നമുക്ക് അതിൻ്റെ റിവ്യൂവും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഒരു 59 കേട്ടോ, ലാംബട്ര കേട്ടോ. അപ്പോൾ നമ്മുടെ ഇത് ഒരു ലാംബട്ര സ്കൂട്ടറാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ നമുക്ക് ചേട്ടനോട് തന്നെയാണ്. പിന്നെ ഈ ലൈറ്റും കാര്യം ലാംബട്രയായിട്ട് വ്യത്യാസമുണ്ടല്ലോ. താഴത്തേക്കാണോ? ഓക്കെ. ഒരു ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് പോലെ വരുന്നുണ്ട് കേട്ടോ. എന്തെങ്കിലുമൊക്കെ വെക്കാവുന്ന രീതിയിൽ LD സ്കൂട്ടർ ഇമ്പോർട്ടൻ്റ് നമ്മുടെ ഇറ്റാലിയൻ മോഡൽ ഒരു സെറ്റപ്പ് നമുക്ക് നോക്കാം. ഓ ഇത്രേ ഉള്ളൂ കേട്ടോ. ഇന്ത്യൻ കണ്ടീഷനൊക്കെ ഇങ്ങനെയല്ലേ? ഷാഫ്റ്റ് ഡ്രൈവ് അല്ല, മേഡ് ഇൻ ഇറ്റലിയുടെ സാധനം. ഓ ഇതിൽ ഒഴിച്ചിട്ട് വേണം നമ്മൾ അങ്ങോട്ട് ഒഴിക്കാൻ. ആ ഓക്കെ 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 ഓക്കെ. കിലോമീറ്റർ തന്നെയല്ലേ? ഓക്കെ. നമ്മുടെ ലാംബട്ര പുറത്തേക്ക് എടുക്കുക കേട്ടോ. അത് നമുക്ക് അതിൻ്റെ റിവ്യൂവും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഒരു 59 കേട്ടോ. 59 58. ഓക്കെ, 58 മോഡൽ ലാംബട്ര കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഇത് ഒരു ലാംബട്ര സ്കൂട്ടറാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ നമുക്ക് ചേട്ടനോട് തന്നെ ചോദിക്കാം. ഇതിൻ്റെ ഫ്രണ്ടിലേക്ക് വരുവാണെങ്കിൽ ഇതിൻ്റെ മൾഗാർഡും കാര്യങ്ങളൊക്കെ ഒരു പ്രത്യേക ഡിസൈനായിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഈ ഒരു സംഭവങ്ങളും ഇതൊക്കെ എന്നാടാ ഇതിന്? ഇത് ഫോർക്കും മറ്റേ നമ്മുടെ ലാംബട്രയുടെ അതേ സെയിം സാധനം തന്നെ അല്ലേ? ആ ഈ മോഡൽ തന്നെയാണ്. പിന്നെ ഈ ലൈറ്റും കാര്യം ലാംബട്രയായിട്ട് വ്യത്യാസമുണ്ടല്ലോ. അത് ഇച്ചിരി കൂടി ചെറുതാണ്, മറ്റേത് ഇച്ചിരി വലുതാണ്. പിന്നെ ലൈറ്റും കാര്യങ്ങളൊക്കെ തനതായ ശൈലിയിലുള്ള ലൈറ്റും കാര്യങ്ങൾ. ഇത് ഹോണാണ് കേട്ടോ, ഇത് ഹോണും കാര്യങ്ങളും. പിന്നെ നമ്മുടെ ക്ലച്ചിൻ്റെ സാധനങ്ങളൊക്കെ ഇങ്ങനത്തെയാണ് വരുന്നത്. ഫസ്റ്റ് താഴത്തേക്കാണോ? ഓക്കെ ഓക്കെ ഓക്കെ. ഇത് നമ്മുടെ സാധാരണ വരുന്ന പോലെ തന്നെ മീറ്ററും കാര്യങ്ങളൊക്കെ ഒറിജിനലായിട്ടുള്ള മീറ്ററും കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. പിന്നെ നമ്മുടെ ഹോണും കാര്യങ്ങളൊക്കെ. പിന്നെ ഈ മിറർ ഒറിജിനൽ തന്നെയാണോ? 70ലേക്ക് മാറിയപ്പോൾ വെച്ച പക്ഷെ ഒന്നും കാണാൻ പറ്റുന്നില്ല, എല്ലാം ബെറ്ററായിട്ട്. അതെ അതെ. പിന്നെ നമ്മൾ പ്ലാറ്റ്ഫോമൊക്കെ ഇച്ചിരി നമ്മുടെ സാധാരണ ലാമ്പിനൊക്കെ ഇച്ചിരി വീതി കൂടുതലല്ലേ? സെയിം തന്നെയാണല്ലേ? പിന്നെ ബ്രേക്കും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെയാണ്. പിന്നെ നമ്മുടെ സൈഡിലേക്ക് വരുവാണെങ്കിൽ സീറ്റൊക്കെ ഒറിജിനൽ തന്നെയാണ് കേട്ടോ. ഒറിജിനൽ സീറ്റ്, മറ്റേ സ്പ്രിങ് വരുന്ന ടൈപ്പ്. ഇവിടെയാണോ നമ്മൾ പെട്രോൾ ഒഴിക്കുന്നത്? ഇവിടെ പെട്രോൾ ഒഴിക്കുന്നത് കേട്ടോ. പിന്നെ നമുക്ക് ഇവിടെ ഒരു ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് പോലെ വരുന്നുണ്ട് കേട്ടോ. എന്തെങ്കിലുമൊക്കെ വെക്കാവുന്ന രീതിയിലുള്ള സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ബാക്കിലെ സീറ്റും പിന്നെ നമ്മുടെ ഈ ഒരു സൈഡ് കവറും ഈ ഒരു ഇതൊക്കെ അവിടെ മെയ്ഡ് ഇൻ ഇറ്റാലിയൻ സാധനത്തിന് വരുന്നൊരു
ലാംബി സ്കൂട്ടറിൻ്റെ വരുന്ന സ്കൂട്ടറാണ് കേട്ടോ. ലാംബട്രയുടെ LD സ്കൂട്ടർ, ഇമ്പോർട്ടൻ്റ്, നമ്മുടെ ഇറ്റാലിയൻ മോഡൽ. അപ്പോൾ ജസ്റ്റ് ഒന്ന് തുറക്കാൻ പറ്റുമോ ഇവിടെ? ജസ്റ്റ് തുറക്കുവാണെങ്കിൽ ഇതിൻ്റെ അകത്ത് ഒരു സെറ്റപ്പ് നമുക്ക് നോക്കാം. ഓ, ഇത്രേ ഉള്ളൂ കേട്ടോ എഞ്ചിൻ കാര്യങ്ങളൊക്കെ. ഇതിൻ്റെ പെട്രോൾ ടാങ്കും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെയാണ്. അപ്പോൾ അടച്ചോട്ടെ, വീലും കാര്യങ്ങളൊക്കെ അത്ര. പിന്നെ നമ്മുടെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഒറിജിനൽ ലൈറ്റും കാര്യങ്ങളൊക്കെ തന്നെയാണോ? ലാംബിയുടെ വെച്ചതാണ് കേട്ടോ, ലാംബട്രയുടെ വെച്ചതാണ് ലൈറ്റ്. ഈ സ്റ്റെപ്പിനും കാര്യങ്ങളൊക്കെ. പിന്നെ നമ്മുടെ കെയിലി നമ്മുടെ എറണാകുളം രജിസ്ട്രേഷനാണ് കേട്ടോ, എറണാകുളം രജിസ്ട്രേഷനാണ് കേട്ടോ. ഇവിടെ അഴിക്കുവാണെങ്കിൽ എന്തെങ്കിലും കാണാൻ പറ്റുമോ? ഇത് ഈ കവർ അഴിക്കുവാണെങ്കിൽ നമുക്ക് നോക്കാം ഇതിൻ്റെ. ഓ, ഇതിൻ്റെ സസ്പെൻഷനൊക്കെ ഇങ്ങനെയല്ലേ? ഷോക്ക് ഓബ്സർ സാധാരണ മറ്റേ സ്പ്രിങ് ടൈപ്പ് ആണല്ലോ സാധാരണ നമ്മുടെ മറ്റേ ഇവിടുത്തെ വരുന്നത്. ഓക്കെ. പിന്നെ ഈ ഷാഫ്റ്റിനെ ഏട്ടാ പറഞ്ഞേ? വേറെന്തും മറ്റേ ഷാഫ്റ്റ് ഡ്രൈവ് അല്ലേ? ഇത് മെയ്ഡ് ഇൻ ഇറ്റലിയുടെ സാധനം കേട്ടോ. സ്പീഡോമീറ്റർ ഡ്രൈവ് അല്ല ഇത്. പിന്നെ ഇത് കാർബറേറ്ററും കാര്യങ്ങളും. ബെല്ലോറോട്ടോ അത് ഒറിജിനൽ ആട്ടോ, ഒറിജിനൽ. ഇതെല്ലാം പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ, എല്ലാം ഒറിജിനൽ സാധനം തന്നെയാണ്. പിന്നെ നമ്മുടെ കിക്കറൊക്കെ ഈ ഒരു മെത്തേഡിലാണ് വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ എൻജിൻ ഭാഗങ്ങൾ ഇതൊക്കെയാണ്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ചേട്ടൻ അടച്ചോ? ഇതാ. ഓ, പെട്രോൾ ടാപ്പിൻ്റെ ലിവറാണ്. നമ്മുടെ ഓൺ ഓഫ് അല്ലേ? ഓക്കെ. ചേട്ടൻ അടച്ചോ? പിന്നെ പെട്രോൾ ടാപ്പ് ഒക്കെ മേളിലാണ്. മറ്റേ സ്കൂട്ടറിന്റെ താഴത്തായിരിക്കും ലാംബർട്ടയുടെ ചോക്കാണ് ഇപ്പുറത്തെ. ഇത് വലിച്ചു മേളിലോട്ട് വെച്ച് കഴിഞ്ഞാൽ ചോക്കാണല്ലേ. പിന്നെ ഇത് പെട്രോൾ ടാപ്പ്, പെട്രോളിന്റെ ഗേജ് മാത്രമല്ല, ഇത് പെട്രോളിന്റെ അളവ് കൂടെയാണ്, ഓയിലിന്റെ അളവാണ്. ഓ, ഇതോ? ഫുൾ ടാങ്കിൽ ഈ ഒരു ഫുള്ള് നിറച്ചിട്ട് വേണം. ഓ, ഇതിൽ ഒഴിച്ചിട്ട് വേണം നമ്മൾ അങ്ങോട്ട് ഒഴിക്കാം. ഫുൾ ടാങ്കിൽ. ഓക്കെ. അങ്ങനെയുള്ള എല്ലാം പഴയ സാധനങ്ങളാണ് വണ്ടിയിൽ. അത്യാവശ്യം ഇപ്പോൾ റണ്ണിങ് കണ്ടീഷൻ തന്നെയല്ലേ? വേറെ പ്രശ്നമൊന്നും? ഇത് മൈലാണോ നമ്മുടെ സ്പീഡ് തന്നെയാണോ? ഇത് കിലോമീറ്റർ തന്നെയല്ലേ? ഓക്കെ. വേറെ എന്തെങ്കിലും? ടയർ 400 ടയർ സൈസ്. 400 സാധാരണ വരുന്നത് 350 വരുന്നത്. ഓക്കെ.